വഴുകി പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. നമ്മുടെ സിദ്ദിഖ് സാറിൻ്റെ മകൻ്റെ മരണ വാർത്ത ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊക്കെ അറിഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഗുഡ് ഓർ ബാഡ് മീഡിയ അറ്റൻഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, അത് ആദ്യം പണ്ടൊക്കെ നമ്മൾ 24/7 ചാനലുകൾ, മെയിൻ സ്ട്രീം ചാനലുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേജസ്, ഒരുപാട് ചാനലുകൾ, ഒരുപാട് സോഷ്യൽ മീഡിയ ചാനലുകൾ കണ്ടമാനാണ്. സോ ഇപ്പം എന്ത് മരണം സംഭവിച്ചാലും, ബർത്ത്ഡേ ആണെങ്കിലും, കല്യാണമാണെന്നുണ്ടെങ്കിലും, എന്ത് ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിലും, ഒരു ടോപ്പ് റേറ്റഡ് സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ മീഡിയാസ് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഞാനിതിനു മുമ്പ് നമ്മുടെ മാമുക്കോയ സാറിൻ്റെ മരണം സംഭവിച്ച സമയത്ത് അവിടെ അവരുടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന ടൈമിൽ ഇതേപോലൊരു തിരക്ക്, മീഡിയാസിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയ ടൈമിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീഡിയ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു എന്താ പറയുക, അവരുടെ കോണ്ടൻറ്റ് ആണിത്. ഓക്കെ, അതവരുടെ ജോബ് അങ്ങനെ ആയതുകൊണ്ട് അവർ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ കൂടിയാണ് അവർക്കത്. ഞാൻ ഡെഫിനറ്റ്ലി അത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് പലർക്കും പുച്ഛമാണ്. ക്യാമറ എടുത്തിട്ട് ഓടുന്നു, ഒരു മൊബൈൽ ക്യാമറയും പിടിച്ചു പോകുന്നു, ഇവരിങ്ങനെ ചെയ്യാൻ പാടും, അങ്ങനെ ചെയ്യാൻ പാടും. പക്ഷെ അവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ അവർക്ക് അവിടെ ഒരു സെൻറ്റിമെൻറ്റ്സ് വെച്ച് വർക്ക് ചെയ്യാൻ പോയാൽ, ഇപ്പോൾ അവർ സപ്പോസ് മരണ വീടാണ്, ഞാൻ ക്യാമറ ഓഫാക്കട്ടെ, ഞാൻ ബൈറ്റ് എടുക്കാതിരിക്കട്ടെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ അവരുടെ ആ പേജ് മുന്നോട്ട് പോകില്ല. അല്ലെങ്കിൽ അവർ വേറെ ആൾക്ക് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇയാളെ തട്ടി അടുത്ത ആളെ പിടിക്കും. അപ്പോൾ അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ് ഈ ക്യാമറ പിടിച്ച് നിൽക്കുന്ന ഓൺലൈൻ മീഡിയാസിലുള്ള ആളുകൾ. പലരും നല്ല പൈസക്ക് EMI ഇട്ടിട്ട് മൊബൈൽ ഫോൺ മേടിച്ച് EMI അടയ്ക്കണം. അപ്പോൾ അവർക്കത് പ്രഷർ ഭയങ്കര തലയിലാകുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ ഒരു സൈഡ് ഡെഫിനറ്റ്ലി മനസ്സിലാക്കുന്ന ഒരാളാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ മരണ വീട്ടിൽ കുറച്ചൊരു എന്താ പറയുക, വേറെ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിലും ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഇപ്പോൾ സിദ്ദിഖ് സാറിൻ്റെ അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോനടിയിൽ എല്ലാവരും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മീഡിയാസിനെയാണ്. ഓക്കെ, മീഡിയാസ് നിങ്ങൾ എന്തോ അലമ്പ് കാണിക്കുക. ഞാൻ കണ്ടത് വെച്ചിട്ട് സിദ്ദിഖ് സാറിൻ്റെ അവിടെ ഗേറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടാണ് മീഡിയാസ് നിന്നിട്ടുള്ളത്. ആളുകൾ വന്നു പോകുമ്പോൾ അവരെടുക്കുന്നു, അതിനൊരു ക്രൗഡുണ്ട്, മീഡിയ ക്രൗഡ് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ട്. അത് പലർക്കും കംഫർട്ടബിൾ ആകുമില്ല, അങ്ങനെയും പറയണം, പലർക്കും അത് കംഫർട്ടബിൾ അല്ല. പക്ഷെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഒരു ക്യാമറ മീഡിയ കാണുമ്പോൾ ഓക്കെയാണ്. മരണ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അത് ഭയങ്കര കംഫർട്ട് സോണിൻ്റെ പുറത്താവും. കാരണം പലരും പല ഇമോഷനിലാവും ഒരു മരണ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ഡെഫിനറ്റ്ലി അത് അവരുടെ ആ ഒരു പ്രൈവസി, അവരുടെ ഇമോഷൻസിനും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് മെയിൻ ഫാക്ടറാണ്. പക്ഷെ ഞാൻ എല്ലാ മീഡിയക്കാരും പറഞ്ഞാൽ ചില മീഡിയക്കാർ അവിടെ എന്ത് ചെയ്യും, ചാടി കയറി കണ്ടന്റ് പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ സൈഡിൽ വയ്ക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അതായത് ഞാനിപ്പോൾ അടുത്ത് കുറച്ച് പേരോട് സംസാരിച്ചു ഓൺലൈൻ മീഡിയയിൽ. അവർ പറഞ്ഞു മരണ വീട്ടിൽ വീഡിയോസ് കവർ ചെയ്യുന്നത് ഞങ്ങൾ പേഴ്സണലി നിർത്തി, ഞങ്ങൾക്ക് താല്പര്യമില്ല, നോട്ട് എനിമോർ, നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ നല്ല തെറിവിളിയും കാര്യങ്ങളും കമൻറ്റ് ബോക്സിലായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് നോക്കുമ്പോൾ അവരുടെ ജോലി കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പേര്, ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ നമുക്കൊരിക്കലും ഇക്വേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇമോഷൻ കൊണ്ട് ആളുകൾ, അതായത് ഇപ്പോൾ സിദ്ദിഖ് സാറാണെങ്കിലും ഞാൻ പല വീഡിയോസും കണ്ടു, കരയാൻ പറ്റുന്നില്ല അങ്ങേർക്ക്. ഇല്ലെങ്കിൽ അങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി ഖബറിൻ്റെ അവിടെ പോയി തിരിച്ചു ഒരു ഭയങ്കര കംഫർട്ട് സോൺ, ഒട്ടൊരു പ്രൈവസി കംഫർട്ട് അല്ലാത്ത രീതിയിലുള്ളൊരു ഫേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും അതിൽ കണ്ടു. ഇപ്പോൾ ഏറ്റവും ഒരു സാധനം ഭയങ്കരമായിട്ടുള്ള സാധനം എനിക്ക് തോന്നുന്നത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മരണ വീട്ടിൽ സൈലൻസാണ്. മരണ വീട്ടിൽ സൈലൻസ് എന്ന് പറയുമ്പോൾ അതൊരു റെസ്പെക്റ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ സിറ്റുവേഷനും കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. അറ്റ്ലീസ്റ്റ് അത് കീപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ കുറച്ചും കൂടി ഒരു യൂണിഫോമായിട്ട് ഒന്നും കൂടി കുറച്ച് അറേഞ്ച് ചെയ്തിട്ട്, ഒന്നില്ലെങ്കിൽ മീഡിയാസിന് അലൗ അല്ല, അല്ലെങ്കിൽ മീഡിയ വരാൻ പാടില്ല എന്ന് എത്ര പറഞ്ഞാലും മീഡിയാസ് വരും. പക്ഷെ അങ്ങനെ വന്നാൽ തന്നെ ഇപ്പോൾ മരണ വീട്ടിൽ ഇവർ അറേഞ്ച് ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല. കല്യാണ വീടാണെങ്കിൽ ഒരാൾക്ക് പോയി അറേഞ്ച് ചെയ്യാൻ ഒരാളെ നിർത്താം. സ്വയം മനസ്സിലാക്കിയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ
ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ വന്നു പോകുന്നവർ പോട്ടെ എന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മച്ച് ബെറ്റർ. അല്ലെങ്കിൽ കേരളത്തിലൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നാളെ എനിക്ക് ഡെഫിനറ്റ്ലി ഉറപ്പാണ് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീൻ്റെ വീട്ടിലൊരു മരണം സംഭവിച്ചു, ഓൺലൈൻ മീഡിയ അവിടെ ചെന്ന് നാളെ ഒരു വൻ അടി നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓൺലൈൻ മീഡിയക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയായി അടിയായി എന്നുള്ള കേസ് ഡെഫിനറ്റ്ലി കേൾക്കുന്ന രീതിയിലാണ് പോകുന്നത്. കാരണം കമൻറ്റ് ബോക്സിലൊക്കെ ആ ഒരു സംഗതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആസ് പാർട്ട് ഓഫ് എ ജോബ് ഡെഫിനറ്റ്ലി എല്ലായിടത്തും എത്തുക എന്നുള്ളതാണ് കണ്ടൻറ് എന്നുള്ളതൊക്കെയാണ്. ഈവൻ ഐ റെസ്പെക്ട് ദാറ്റ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലർ, എല്ലാവരുമല്ല, കൂട്ടത്തിൽ ചിലർ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒച്ചയും ഷൗട്ടിങ് അത് ഇത് തീരെ ഓർഗനൈസ്ഡ് അല്ലാത്ത രീതിയിൽ ഓടി ഒരാളെ പിന്നാലെ പോകുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും കൂടി സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ എന്താ പറയുക ചിലർക്ക് തീരുമാനം എടുക്കാം, ഇനി ഞങ്ങൾ മരണ വീട്ടിൽ ഷൂട്ടില്ല എന്ന് പറയാം. അവർക്ക് ചിലപ്പോൾ മേ ബി വേറെ കണ്ടൻറ്റ് കാണും. ഇതിപ്പോൾ ഷൂട്ട് ചെയ്തേ പറ്റും എന്നുള്ളൊരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓർഗനൈസ്ഡ് ആയിട്ട് കുറച്ചും കൂടി അടിപൊളിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ലൈക്ക് എന്താ പറയുക, അങ്ങനെ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ആർക്കും ഒരു എന്താ പറയുക ഒരു പ്രശ്നമില്ലാതെ അവരുടെ കംഫർട്ട് സോണും അവരുടെ പ്രൈവസിയൊക്കെ റെസ്പെക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ. ഓക്കെ, അതൊരു റെസ്പെക്റ്റാണ്, നമ്മൾ ആ ഒരു സിറ്റുവേഷനും അവർക്കും കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. സോ ആ ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, കണ്ടപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ ആ വീഡിയോയിൽ പറയാൻ വിട്ടത്, BGM ഇട്ടിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വീഡിയോസ് കയറ്റി എഡിറ്റ് ചെയ്ത് വിടുന്നവരോടാണ്. ചില ആളുകൾ ചില ചാനലുകൾ അങ്ങനെ ചെയ്യുക. അതായത് അത് ഓക്കെ, ലൈക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നതും അവരുടെ കണ്ടൻറ്റ് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ മരണ വീട്ടിലെ വിഷ്വൽസ് വീണ്ടും സാഡ് BGM ഒക്കെ ഇട്ട് കുത്തിക്കയറ്റി വിടുന്ന പരിപാടി അത് അറ്റ്ലീസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. ലൈക്ക് അതൊരു വേസ്റ്റ് സാധനമാണ്. അത് നാളെ എന്താ പറയുക, നമ്മളെ വീട്ടിലിങ്ങനെ സംഭവിച്ചിട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഇതേപോലെ വീഡിയോസൊക്കെ എടുത്ത് ആ സാധനം ഇങ്ങനെ കുറേ BGM ഒക്കെ കുത്തിയിടുമ്പോൾ ലിറ്ററലി ഹേർട്സ്, ഭയങ്കരമായിട്ട് ആ സംഗതി ഹിറ്റ് ചെയ്യും. സോ ആ സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞാലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ 10 പേര് തെറി വിളിച്ചാലും ചെയ്യാനുള്ള പണി എല്ലാവരും എടുക്കും. എൻഡ് ഓഫ് ദ ഡേ അവർക്ക് ആ വീഡിയോ കയറി പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് പലർക്കും. ബട്ട് എന്താ പറയുക, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു കുറച്ചൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ്. ഇപ്പോൾ ഒന്നും വേണ്ട, BGM ഒന്നും വേണ്ട, അതങ്ങനെ ഇട്ടാൽ മതി, എന്നാലും ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അതൊരു ഞാൻ ഒരു റെസ്പെക്റ്റാണ്, അത് അത്രയേ ഉള്ളൂ. ആ സിറ്റുവേഷനും അവിടെ ഉള്ളവർക്കൊക്കെ കൊടുക്കുന്നൊരു റെസ്പെക്റ്റാണ്. കാരണം വീണ്ടും വീണ്ടും ഇവരിത് പിന്നെ കാണുമ്പോൾ ഒക്കെ അവർക്കത് ഭയങ്കരമായിട്ട് ഇമോഷണലി ഹിറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.